ഇത് ഇന്നലെ അനുമോള് നമ്മുടെ ലാലേട്ടൻ്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ തിരുവനന്തപുരത്തെ വീട്ടിലാണ് നടന്നത്. അപ്പോൾ അതിൽ ഒരുപാട് പേര് അവസാനമായിട്ട് ലാലേട്ടൻ്റെ അമ്മയെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അനുമോൾ വന്നിട്ടുണ്ടായിരുന്നു. അനുമോൾ മാത്രമല്ല, ഈ പറയുന്ന നിരവധി പേര് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ അനുമോളുടെ ഒരു കാര്യം, അതായത് ഈ പറയുന്ന തരത്തിൽ അനുമോളുടെ ഒരു ചിരി, അനുമോൾ ചിരിച്ചു, നിയന്ത്രിക്കാൻ പറ്റാതായി പോയി ആ ഒരു ചിരി എന്നുള്ള തരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചെറിയ തോതിലൊരു ചർച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിരിക്കുള്ള കാരണം വളരെ വ്യക്തമാണ്. ആ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ആ കാരണം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള അലൻ ജോസ് പെരേര, ഈ പെരേര അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പെരേര അവിടെ വന്ന് ആ വരവാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഒരു മരണ വീടാണ്. അപ്പോൾ അത് അവിടെ ചെന്നിട്ട് പ്രഹസനം കാണിക്കാനുള്ള ഒരു സ്ഥലമല്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ ഇവിടെ ഈ അലൻ ജോസ് പെരേരയുടെ വരവും, ഈ അലൻ ജോസ് പെരേരയുടെ കൂടെയുള്ള ആളാരാണെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ ആ കൂടെ വന്ന ആളെ അലൻ ജോസ് പെരേര കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്, അതൊന്ന് കാണും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാഴ്ച കാണുമ്പോൾ, അതായത് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് എന്തോ ഒരു വലിയ സംഭവം കണക്ക് ഒരു മരണാനന്തര ചടങ്ങിനെ പങ്കെടുക്കാനായിട്ട് വരുവാണ്. കുറച്ചൊക്കെ ഒരു ബോധം വേണ്ടേ, കുറച്ചൊക്കെ ഒരു ഇതൊക്കെ കാണിക്കണ്ടേ. ഈ ഒരു വരവ് കാണുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ചിരിക്കാത്ത ഒരു വ്യക്തി പോലും ചിരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നിപ്പോയി, സത്യസന്ധമായിട്ട് പറയാമല്ലോ. കാരണം അവിടെ നിന്നവർ പോലും ഉള്ളിലൊന്ന് ചിരിച്ചു പോയി കാണും ഇവന്റെ ഈ വരവ് കണ്ടിട്ട്. കാരണം അമ്മാതിരി കോമാളിത്തരമല്ലേ ഈ കാണിക്കുന്നതെന്ന് പറയുന്നത്. ഇവൻ ശരിക്കും പറഞ്ഞാൽ ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ പേഴ്സണലി സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഒരു ഇതുമില്ല അനുമോളെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് എന്തോ അനുമോൾ ചെയ്തത് ഞാൻ ശരിയാണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. അനുമോളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ചെന്ന് നമ്മൾ ചിരിക്കാനോ ഒന്നും പാടില്ല, അത് വേറെ കാര്യം. കാരണം ചുറ്റിനും ക്യാമറ ഉള്ളതാണ്. നമ്മളൊന്ന് ചിരിച്ചു പോയാൽ തന്നെയും അത് ആ ഒരു തരത്തിൽ പുറത്തു വരുമോ എന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു സൗമ്യത പാലിക്കേണ്ടത് അനിവാര്യമായിട്ട് കാര്യം. അതിൽ അനുമോൾക്ക് ചെറിയ ഒരു തെറ്റ് പറ്റി പോയിട്ടുണ്ട്. പക്ഷെ അനുമോൾ ആ ഒരു ചിരിച്ചതിന്, അല്ലെങ്കിൽ അനുമോൾ എന്നിട്ടും ഒന്ന് അടക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ചിരി വന്നിട്ടും ഒന്ന് ക്യാമറയ്ക്ക് പോസ് കൊടുക്കാതെ ഒന്ന് മാറി ഒന്ന് ഇതാക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. അത് ആ ഒരു മാന്യത ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ആ ഒരു ചിരിക്കാൻ തോന്നിയ ഒരു സന്ദർഭം അത് കണ്ടപ്പോഴത്തേക്കാണ് എനിക്കെന്തോ അനുമോളെ കുറ്റപ്പെടുത്താൻ തോന്നാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, സത്യമായിട്ട് പറയുന്നത്. കാരണം ഈ വരവ് കണ്ടാൽ, ഇവനെ കണ്ടാൽ ആരായാലും ഒന്ന് ചിരിച്ചു പോകും. കാരണം അമ്മാതിരി കോമാളിത്തരമാണ് ഇന്നലെ അവിടെ കാണിച്ചതെന്ന് എടുത്ത് പറയണം. ഒരു പ്രഹസനം എന്ന് വേണമെങ്കിൽ പറയാം. ഇവനും ഇവന്റെ കൂടെ വന്ന ആ വ്യക്തി, അതാരാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കാരും ഉള്ളിലൊന്ന് ചിരി തോന്നിപ്പോകും. നമ്മൾ അവിടെ നിൽക്കുന്ന ആ വ്യക്തികളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ ഒരു ഇതിലാണ് ഇവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവന്റെ ആ ഒരു വരവും ഇവന്റെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവൻ പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവൻ അറിയാം 4 ചുറ്റിനും ക്യാമറ ഉണ്ട്. ഏതിലെങ്കിലുമൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ, എന്തെങ്കിലും കോമാളിത്തരങ്ങൾ കാട്ടിക്കൂട്ടിയാൽ പെടും. അത് പിന്നെ പുറത്ത് പോയി നല്ല രീതിക്കുള്ള വീണ്ടും ഒന്ന് വൈറലാവാം എന്നുള്ള ആ ഒരു തരത്തിലുള്ള ഒരു സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഇവന് ആ ഒരു രീതിയിൽ മൈൻഡിലുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് ഇവൻ കാണിച്ചു കൂട്ടുന്ന ഓരോ കോമാളിത്തരങ്ങളെന്ന് എടുത്ത് പറയേണ്ടി വരും. അതൊക്കെ പോട്ടെന്ന് വയ്ക്കാം. ഈ മരണ വീട്ടിൽ വന്നിട്ടും ഇതുപോലുള്ള പ്രഹസനങ്ങളൊന്നും കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇവന്റെ ആ നടത്തിയ വരവും, ഇവൻ കൂടെ നിൽക്കുന്നത് ആരെന്ന് അറിയത്തില്ല, ആ വ്യക്തിയെ കൊണ്ട് ആ വരുന്ന ആ ഒരു വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തുവാടേ ഇത് തോന്നിപ്പോകും. ശരിക്കും പറഞ്ഞാൽ അമ്മാതിരിയുള്ള പ്രഹസനമായിരുന്നു ഇന്നലെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാം. അപ്പോൾ പിന്നെ അത് കണ്ടു നിന്ന്, അതായത് ആ നമുക്ക് വീഡിയോയിൽ കാണുമ്പോഴേ ഇത് കാണുമ്പോഴത്തേക്ക് ഉള്ളിൽ ഒന്ന് ചിരി വന്നു പോകും. എന്തൊക്കെ തന്നെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രഹസനമാണ് അവിടെ കാണിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നേരിട്ട് നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയൊക്കെ അത് എങ്ങനെ അടക്കി പിടിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവൻ എന്ത് കോമാളിത്തരോ എന്ത് പ്രഹസനോ എന്തും കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത്രയ്ക്ക് ഒരു തരത്തിലും ഒരു ഉളുപ്പുമില്ലാത്ത ഒരാളാണ് ഇവൻ എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഇവൻ എങ്ങനെയെങ്കിലും ക്യാമറയിൽ ഒന്ന് എന്താ പറയുക വൈറലാവുന്ന തരത്തിലോട്ടുള്ള എന്തെങ്കിലും കോണ്ടന്റ് കൊടുക്കണം. ആ ഒരു രീതിക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം ഇവ ഇന്നലെ അവിടെ വന്ന് ഈ കാണിച്ചു കൂട്ടിയ പോലെന്ന് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇവന്റെ ഓരോ കോണ്ടന്റുകൾ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇവ ഏത് തരത്തിലൊക്കെയാണ് ഇവൻ വീഡിയോസ് ഉണ്ടാക്കാനായിട്ട് നോക്കിയിട്ടുള്ളത് എന്നുള്ളത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതായത് എന്തൊക്കെ തന്നെ ആയാലും ആ സമയത്ത് ചിരിച്ചു പോയി, അത് വന്നു പോയി, അത് നിയന്ത്രിക്കണമായിരുന്നു. പക്ഷേ ആ ചിരിച്ചു പോയ സന്ദർഭം അത് ഇതായിരുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് എന്തോ അനുമോളെ കുറ്റപ്പെടുത്താനായിട്ട് തോന്നാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ആരായാലും ഇങ്ങനെ ഒരു കാര്യത്തിൽ അറിയാതെ നമ്മൾ ഉള്ളിലായാലും ഒന്ന് ചിരിച്ചു പോവുകയാണ്. കാരണം അനുമോളുടെ കൂടെ നിന്ന വ്യക്തിയും ഒന്ന് അറിയാതെ ഒന്ന് ചിരിച്ചു പോയി എന്നാണ് തോന്നുന്നത്. ഇവന്റെ ആ ഒരു വരവും കൂടെയുള്ള ആ വ്യക്തിയുടെ വരവും ഒക്കെ കണ്ടപ്പോഴത്തേക്ക്. ഇതിന് ശേഷം ഇവനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും കൂടെ കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിപ്പോയത്. കാരണം ഇവന്റെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുപോകുക. ഇന്നലെ നടന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇവൻ ഭയങ്കര ഇംഗ്ലീഷൊക്കെയാണ് പറയുന്നത്, ഒന്ന് കേട്ടുപോകുക. So what happened today, Perera? Anumol was
Today I am going to Lalaton House for funeral for Lalaton's mom. But I am trying situations, but animal will love. നമ്മൾ രാവിലെ തിരുവനന്തപുരത്ത് ഞാനും എല്ലാവരും കൂടെ പോയതാണ്. ലാലേട്ടന്റെ വലിയ ഫാൻസാണ് ഞങ്ങൾ. അപ്പോൾ ലാലേട്ടനും അമ്മയും വളരെ അടുപ്പമുള്ള എന്താ പറയാ, ഒരു തമ്മിൽ വളരെ സ്നേഹത്തിലാണ് പല ഇന്റർവ്യൂസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫ്യൂണറിൽ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു. കണ്ടല്ലോ, ഇതാണ് എന്റെ സ്വഭാവം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അതിൽ പിന്നെ കടിച്ചു തൂങ്ങുക, അതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുക, അത് ഒരു വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിൽ ഇടുക. ഇതാണ് ഇവന്റെ ഒരു സ്ഥിരം പരിപാടി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇന്നലെ അവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്. അതിൽ അനുമോള് ഒന്ന് പെട്ടുപോയി. അതായത് ആ ഒരു ചിരി അനുമോൾക്ക് വന്നു, അത് പിന്നെ ഒരു ചർച്ചയായി മാറുന്നതിലോട്ട് കാര്യങ്ങളും പറയും. പക്ഷേ ആ ചിരിക്കുണ്ടായ സന്ദർഭം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴത്തേക്കും മനസ്സിലായി, ആരായാലും ആ ഒരു സന്ദർഭത്തിൽ ചിലപ്പോൾ ഉള്ളിൽ ഒന്ന് ചിരിച്ചു പോകുന്ന തരത്തിലൂടെ ചിലപ്പോൾ കാര്യങ്ങൾ വരും. കാരണം അമ്മാതിരി ഒരു കോമാളിത്തരങ്ങളുമായിട്ടാണ് ഇവൻ അവിടെ വന്ന് ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലെ പ്രഹസനങ്ങൾ കാണിക്കാനായിട്ടാണ് ഇവനെ പോലുള്ളവർ ഇതുപോലുള്ള സ്ഥലത്ത് പോകുന്നതെങ്കിൽ ഇവനെയൊന്നും അവിടെ അടുപ്പിക്കാതിരിക്കുകയാണ് വേണ്ടത്. കാരണം ഇവൻ്റെയൊക്കെ വരക്കം കണ്ടു കഴിഞ്ഞാൽ എന്തോ വലിയ ഇതാക്കി വരുന്ന രീതിയിലാണ് ഇവനൊക്കെ അവിടെ വന്നിട്ട് ഓരോന്ന് ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നത്. ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലുള്ള പ്രഹസനങ്ങൾ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ ഓരോ തൊട്ടി പരിപാടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് വരുന്നതെങ്കിൽ ഇവനെയൊന്നും ആ പരിസരത്തോട്ട് തന്നെ അടുപ്പിക്കാൻ പാടില്ലായിരിക്കും. കോമാളിത്തരത്തിനൊക്കെ ഒരു അതിരില്ല. അത് സമയവും സന്ദർഭവും അനുസരിച്ച് വേണം നമ്മൾ ഓരോന്ന് കാണിക്കാനായിട്ട്. അല്ലാതെ ഏത് സമയം, അതായത് സന്ദർഭം എന്താണെന്ന് തിരിച്ചറിയാതെ അവിടെ സ്വയം ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഇതിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കോപ്രായം എന്ന് വേണം പറയാനായിട്ട്.